സ്വയംവരം സ്വയംവരം. സോ ഇനി കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരട്ടെ. കല്യാണം ആദ്യം താലികെട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ച്, അതിനുശേഷമായിരുന്നു റിസപ്ഷൻ. സോ എവിടെ വെച്ച, ഏത് അമ്പലത്തിൽ വെച്ചായിരുന്നു? ശിവൻകോവിൽ ആയിരുന്നു, പുനലൂര്. ഓക്കെ. അപ്പം അത് അദ്ദേഹത്തിന്റെ വീട്ടിലൊരു നേർച്ചയായിരുന്നു, അവിടെ വെച്ച് നടത്തണമെന്ന്. പക്ഷെ നമ്മുടെ ഒരു സൗകര്യം അവിടെ കുറവായതിന്റെ പേരിലാണ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാക്കി ചടങ്ങുകൾ നടത്തുവാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ രാവിലെ ആയിരുന്നു അവിടുത്തെ മുഹൂർത്ത ടൈം. ഇത് തമ്മിൽ ഏകദേശം 1 മണിക്കൂറിനകത്തുള്ള ഗ്യാപ്പിലായിരുന്നു ഇത് മൊത്തം നടക്കേണ്ടത്, അമ്പലത്തിലും ഓഡിറ്റോറിയത്തിലും. അപ്പം നേരെ സ്വീകരണത്തിന് ഓഡിറ്റോറിയത്തിൽ ചെന്നതിന് ശേഷം അവിടുന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിന്റെ പുറകെ കൂടെ ബാക്കിൽ കൂടെ പെട്ടെന്ന് ഇറങ്ങി ഓടി വണ്ടിയിൽ കയറി അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. ആദ്യം സ്വീകരണത്തിന് ശേഷമാണ് അമ്പലത്തിൽ പോകേണ്ടത്. സ്വീകരണം കഴിഞ്ഞ ശേഷമേ ബാക്കി ചടങ്ങ് പറ്റുള്ളൂ. അപ്പം സ്വീകരണം നടത്തിയതിനു ശേഷം നേരെ സ്റ്റേജിൽ വരിക, അതേപോലെ തന്നെ പുറകെ കൂടെ ഇറങ്ങി ഓടുകയായിരുന്നു ചെയ്തത്. ഇല്ല, വളരെ കുറച്ച് ഫാമിലിയിലുള്ള ആൾക്കാരെ മാത്രമേ അറിയിച്ചുള്ളൂ. കാരണം ആ ഒരു ടൈമിനുള്ളിൽ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പാടാം. അപ്പൊ ആ ഒരു ടൈമിൽ അത് എല്ലാവരും ആയി കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തു, വീട്ടുകാർ മാത്രം അറിഞ്ഞാൽ മതി, പിന്നെ അടുത്ത 1-2 സുഹൃത്തുക്കളും ഇതെല്ലാം പക്ക കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാം വിചാരിച്ചേക്കുന്നു നിങ്ങൾ പുറകിൽ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, മുഹൂർത്ത സമയത്ത് വന്നിരിക്കുന്നു. ഭയങ്കര ഒരു ഓട്ടമായിരുന്നിരിക്കില്ലേ ആ സമയത്ത്? നല്ല ഓട്ടമായിരുന്നു. അമ്പലത്തിൽ പോയി കെട്ടി തിരിച്ചു നല്ല ടെൻഷനിലായിരുന്നു. നല്ല ടെൻഷൻ. ഇദ്ദേഹത്തിന് അങ്ങോട്ട് വരണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് അവിടെ അമ്പലത്തിൽ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു, അവിടെ വെയിറ്റ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് സ്വീകരണം ഉള്ളതുകൊണ്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ വന്നേ പറ്റുള്ളൂ, അതിനുശേഷമേ വരാൻ പറ്റത്തുള്ളൂ. അന്നത്തെ ദിവസം ശരിക്കും ആതിര ഭയങ്കര ഒരു മെക്കാനിക്കലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചും ചടങ്ങുകൾ നടക്കുമ്പം ആൾക്കാർ മാലയിടുന്ന് പറഞ്ഞാൽ പെട്ടെന്നെടുത്ത് മാലയിടും, അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും, ബാക്കിയൊന്നും മനസ്സിൽ കൂടെ പോയില്ല എന്ന് തോന്നുന്നു. ആൾക്കാർ പറയുന്നു, അത് അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ട് ചെയ്തു ആയിരുന്നില്ലേ? എന്തായിരുന്നു മനസ്സിൽ, എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു ഫീലിംഗ്? എന്തായിരുന്നു? ടെൻഷനാണ്. അത് കാരണം എല്ലാരും പറയുന്നു ഞാൻ അതുപോലെ ചെയ്യുന്നു, എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ഐ മീൻ കൂടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അനൂപ്പുണ്ട്, പരിചയപ്പെട്ടു, സംസാരിച്ചു, എന്നാലും ഇത്രയും ടെൻഷൻ വരാൻ ഒരു കാരണം എന്തായിരുന്നു? വലിയൊരു കൂട്ടം ആൾക്കാരെ കണ്ടപ്പോ ഇച്ചിരി പേടിച്ചു പോയി. അനൂപ് കുറച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കാരണം ഈ ടൈമാണ് പ്രശ്നം. ടൈം മീൻസ് എന്റെ മനസ്സിൽ കറക്റ്റ് പ്രോഗ്രാം ചെയ്തൊരു മിഷനായിരുന്നു. കാരണം ആ ടൈമിനുള്ളിൽ എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ, ആ ടൈം താലി കെട്ടിയതോ കല്യാണം കഴിച്ചതോ എല്ലാം യാന്ത്രികമായിട്ട് നടന്നതാണ്, അല്ലാതെ ഒന്നും അറിഞ്ഞിട്ട് ദൈവമേന്ന് വിളിച്ചു എന്നല്ലാതെ ഒന്നും അറിഞ്ഞല്ല നടന്നത്. കാരണം ഈ ടൈമിനുള്ളിൽ ഇതെല്ലാം നടക്കണം, ആൾക്കാർ ഒരു തെറ്റ് പറയരുത് എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ഫുൾ ടൈം വാച്ച് നോക്കുക, കറക്റ്റ് ക്യാമറ ഫോട്ടോ കൂടുതലെടുത്തപ്പോൾ ഞാൻ തന്നെയാണ് വേണ്ട മതി കഴിഞ്ഞു ഇനി അടുത്ത അവിടെ എന്ന് ഞാൻ തന്നെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. കാരണം അതിനുള്ള ടൈമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചിന്തയിലായിരുന്നുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല, ടെൻഷൻ ഉണ്ടായില്ല, കൈ വിറച്ചില്ല ഒന്നുമില്ല. പക്ഷെ ഇദ്ദേഹം ആണെങ്കിൽ എന്നെ പിടിച്ചു വിറപ്പിച്ചു, കൈ പിടിച്ചു കൊടുത്തപ്പോ.
അതുപോലെ തന്നെ ഈ സ്വീകരണം പറഞ്ഞു, അതായത് തിരിച്ച് ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട് വരെയുള്ള സ്വീകരണം. ഓഡിറ്റോറിയത്തിൽ നിന്ന് കുറച്ച് കാറിൽ വന്നതിന് ശേഷം വീടിന്റെ അടുത്ത ഒരു 1.5 കിലോമീറ്റർ അപ്പുറമുള്ള ജംഗ്ഷനിൽ നിന്നായിരുന്നു സ്വീകരണം. അതിനെ കുറിച്ചൊന്ന് പറയാം, എന്തായിരുന്നു നടന്നത്? നേരെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ജീപ്പിലോട്ടാണ് കയറ്റി, ഓപ്പൺ ജീപ്പിലോട്ടായിരുന്നു കയറ്റിയത്. കയറ്റി കിരീടവും കരിയില കിരീടവും പ്ലാവില കൊണ്ട് ഉണ്ടാക്കിയ കിരീടവും കുറെ പൂവും അവിടെ എവിടെയെല്ലാം കുത്തിവെച്ച് 2 കൂളിംഗ് ഗ്ലാസും വെച്ച് ജീപ്പിന്റെ മേളിൽ കയറ്റി നിർത്തി. പിന്നെ അവര് തകർത്ത് ഡാൻസ്, ഭയങ്കര റോഡിലിറങ്ങിയ ഡാൻസ് ആയിരുന്നു. പെട്ടെന്നില്ല ആമയിലെ സിനിമയിലെ ഒരു സീൻ ഓർമ്മ വന്നത്. അതിലൊരു കൊച്ചമ്മ സീനും കാണിക്കുന്ന ആ സ്റ്റൈലായിരുന്നു അനുശ്രീ. കല്യാണത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ഇവിടെ നടക്കാൻ പോകുന്ന റിസപ്ഷൻ ആണ്, അത് നാളെയാണ് നടക്കുന്നത്. അതായിരിക്കും അനൂപിന്റെ സൈഡിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പം എങ്ങനെയാണ് റിസപ്ഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്? അതിനുള്ള പന്തൽ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വീട്ടിൽ തന്നെയാണ്. അപ്പൊ അവർക്കെല്ലാം വീട്ടിലേക്ക് വരാനാണ് താല്പര്യം. അതുകൊണ്ട് വീട്ടിൽ തന്നെ വെച്ച് നടത്താനുള്ള ഉള്ള സ്ഥലത്ത് വീട്ടിൽ വെച്ച് നടത്താനാണ് നോക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ അതിൽ കുറെ ഡാൻസ് പെർഫോമൻസ് സജന ചേച്ചിയുടെ ഉണ്ടാവും. അങ്ങനെ കുറെ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെയാണ് ഇവിടുത്തെ റിസപ്ഷൻ പറഞ്ഞല്ലോ സജന, ഡാൻസ് ഉണ്ട്. ബാക്കി എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ? നാളെ അത് തന്നെയാണ് മെയിൻ സംഭവങ്ങൾ. കാരണം പിന്നെ 2-3 സിംഗേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് പാട്ടൊക്കെ പാടാനായിട്ട്. അതെല്ലാം ഭയങ്കര വലുതായിട്ടൊന്നും അല്ല, ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചു മാത്രം പോകുന്ന രീതി അല്ലാണ്ട് അവർക്കും കൂടി ഒരു എൻജോയ്മെന്റ്, ഞങ്ങൾക്കും കൂടി. കാരണം നാളെ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാൻ പോവില്ല. സോ എന്തായാലും കസിൻസ് ഒക്കെയാണ് ഡാൻസ് ചെയ്യുക. സോ എല്ലാവരും അങ്ങനെ ഭയങ്കര ഡാൻസേഴ്സ് ഒന്നും അല്ല. പക്ഷെ നാളെ നമുക്ക് എന്തും ചെയ്യാമല്ലോ, ആരും കുറ്റം പറയില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഒരു അവസരമാക്കി കണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചുമ്മാ കുറെ അലമ്പ്, അത്രേ ഉള്ളൂ. അനൂപ് ആൻഡ് ആതിര ഇവരുടെ റിസപ്ഷൻ നടക്കുന്ന വെന്യൂലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് സോൾ ബ്രദേഴ്സിലെ അരുൺ സോൾ ആണ്. ഹലോ. ഇവിടെ തിരക്കേറി ഫോട്ടോഗ്രാഫ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. അതെ. സോ നമുക്കറിയാം വെഡിങ് സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരാളാണ്. ഓക്കെ. സോ ഒത്തിരി വെഡിങ്സ് കവർ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എൻ്റെ സ്വന്തം. സോ പറയൂ, ഇപ്പൊ അനുശ്രീയിൽ എങ്ങനെയാണ് ഇവര് കോൺടാക്ട് ചെയ്യുന്നത്? അനുശ്രീ എൻ്റെ പടത്തിലെ നായികയായിരുന്നു ഇതിഹാസയിലെ. അപ്പോൾ ആ ഒരു പടം തൊട്ടേ ഉള്ളൊരു ബന്ധമാണ്, അത് ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കല്യാണം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെയും ചേട്ടൻ്റെ കല്യാണം അനുശ്രീയുടെ ഇപ്പോഴേ ബുക്ക് ചെയ്ത്. ഓക്കെ. സോ ഇപ്പം ഈ പറഞ്ഞതുപോലെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് അവർക്കും ഒരു കംഫർട്ട് ഉണ്ട്, ചേട്ടനും. എങ്ങനെയുണ്ടായിരുന്നു എന്തെങ്കിലും ഇത് കല്യാണം നമ്മൾ നേരത്തെ അമ്പലത്തിൽ വെച്ചൊരു ഹാളിൽ വെച്ച് ഓൾറെഡി നടന്നിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഗ്രൂം സൈഡിലെ റിസപ്ഷനാണ് ഇവിടെ നടക്കുന്നത്. കല്യാണ ഫോട്ടോസൊക്കെ വൺ ഹീറ്റാണ്. അനുശ്രീ ജീപ്പിന്റെ മുകളിലൊക്കെ കയറി ഡാൻസ് ഒക്കെ കളിച്ച പടങ്ങൾ വൈറലായ ഫോട്ടോയാണ്. അതെ.
എന്തെങ്കിലും ഒരു തീമോ എന്തെങ്കിലും കോൺസെപ്റ്റ് ഇതുവരെ ഇല്ല. അനു ആദ്യമേ കല്യാണം പറഞ്ഞപ്പോഴേ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഇതാണ് ചേട്ടാ. അപ്പോൾ ഭയങ്കര ട്രഡീഷണലും അതുപോലെ തന്നെ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലും, അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഈ വീട്ടിൽ തന്നെ നടത്തിയതും. അതെല്ലാം ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ചെയ്യണമെന്ന് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ആർക്കും ഒരു ഔട്ട് ഓഫ് പ്ലേസ് തോന്നരുത്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എനിക്ക് ഒരു പക്ഷേ ചേട്ടൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി ഭയങ്കര വലിയ വെഡിങ്സ് ഒക്കെ ആയിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചെയ്തൊരു ഡിഫറെൻറ്റ് വെഡിങ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അമ്പലം, അമ്മുമ്മ, കൊച്ചു പിള്ളേര് അങ്ങനെയൊക്കെ വെച്ച് വളരെ ഒരു നല്ല ഒരു എന്താ പറയുക, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന ഒരു നല്ല കല്യാണം പോലെയാണ് അനുസരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നാട്ടിൻപുറത്ത് നടത്തെങ്കിലും ഒന്നുമില്ല. ഇവിടെ പാട്ട്, ഡാൻസ് വേണം, എല്ലാം. ഇവിടെ അനുസരിയുടെ അമ്മൂമ്മ വരെ ആക്റ്റീവാണ്. അതെ, ആർക്കും ഒരു ഇൻഹിബിഷൻ ഇല്ല, എല്ലാവരും ചേർന്നോളൂ എന്ത് പരിപാടിയാണ്. കസിൻസ്, ബ്രദേഴ്സ് ഒക്കെ എന്തിനും തയ്യാറാണ്. ഇപ്പൊ അനൂപ് ആൻഡ് ആതിര ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും കുറച്ച് ഷൈ ആണ്. എസ്പെഷ്യലി ആതിര കുറച്ച് കൂടുതൽ ഷൈ ആണ്. സോ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയോ അതെയോ എങ്ങനെയാ? അല്ല, അനൂപായി ആദ്യമേ പറഞ്ഞു ഭയങ്കരമായ അഭിനയൊന്നും ഇല്ല. അപ്പം ഭയങ്കര കാൻഡിഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ കവർ ചെയ്തത്. പക്ഷെ എന്നാലും കൂടുതൽ ഫോട്ടോ എടുത്തപ്പോൾ നമ്മളതിന് നല്ല ഒരു സഹകരണമായിരുന്നു. പിന്നെ ആതിര ഇന്ന് റിസപ്ഷൻ ആയപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അനുശ്രീയോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസത്തിൽ തന്നെ ആതിരനെ മാറ്റാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. അവരുടെ ടോക്കറ്റീവ് ആയിരുന്നു. സോ ഇന്നും ആ ഫോട്ടോസ് എടുത്തപ്പോൾ ആ ഡിഫറൻസ് ചേട്ടനും കാണാൻ സാധിച്ചു. ആളെ മാറ്റിയെടുത്തോളൂ. ഓക്കെ. സോ ഏതായാലും ചേട്ടന് നമുക്ക് വിടാനുള്ള സമയമായി. കാരണം ഈ പറഞ്ഞ പോലെ റിസപ്ഷൻ അവിടെ നടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് ഇവിടെയാണ് നിൽക്കുന്നത്. സോ ചേട്ടാ, താങ്ക് യു ഫോർ സ്പീക്കിംഗ് ടു us. നമുക്ക് വീണ്ടും കാണാം. Congratulations and happy married life to you too, Adira. So എന്താ പറയുക, നിങ്ങളെ ഐ തിങ്ക് ആതിര ഒരു വളരെ സോഫ്റ്റ് സ്പോക്കഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു പെർഫെക്റ്റ് മാച്ചാണ് അനൂപിന്. സോ നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.